നിനക്കായി ഭാഗം 12 തുടരുന്നു. മെയ്ഡിന്റെ വസ്ത്രം കണ്ടതും നിധി സംശയത്തോടെ നോക്കി. നാട്ടിലൊന്നും തന്നെ കണ്ടിട്ടില്ല ഈ തരത്തിലുള്ള വസ്ത്രം. മാത്രമല്ല അവരുടെ മുഖം അതിൽ നിന്നും ആ സ്ത്രീ ഒരു ഇന്ത്യൻ വംശജയല്ല എന്നും വിളിച്ചോതുന്നുണ്ടായിരുന്നു. അവർ ഒന്നും മിണ്ടാതെ നിധിക്ക് മുന്നിൽ നിന്നുകൊണ്ട്, പ്ലീസ് ചേഞ്ച് യുവർ ക്ലോത്ത് മാം. എന്താണ്? ഞാൻ ഞാൻ എവിടെയാണ്? നിങ്ങൾ ആരാണ്? ജീവേട്ടൻ ചിട്ടൻ. നിധി എന്തൊക്കെയോ പതറി പറയാൻ തുടങ്ങി. മാം, എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനുള്ള റൈറ്റ്സ് ഇല്ല. റെഡിയായി നിൽക്കൂ സർ, മാമിനെ മീറ്റ് ചെയ്യേണ്ടതാണ്. വാട്ട്? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നിധി എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുമ്പേ അവർ അവളുടെ റൂം പൂട്ടി പുറത്തേക്കിറങ്ങി. എന്താണ് നടക്കുന്നത്? എന്താ ഇവിടെ? ജീവേട്ടൻ എവിടെയാണ്? എന്റെ ഫോൺ എവിടെ? ഇതൊക്കെ ആരാ? എന്ത് സംഭവിക്കുന്നേ? നിധി വേദനയോട് പറയാൻ തുടങ്ങി. അത് ഞാൻ പറഞ്ഞാൽ മതിയോ? വെൽ ഡ്രസ്സിൽ വാതിൽ ചാരി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ്. അവൾ മനസ്സിലാക്കാത്ത പോലെ അവനെ നോക്കി. ഇതുവരെ കാണാത്ത മുഖം, സുന്ദരനായ ചെറുപ്പക്കാരൻ. തന്നെ നോക്കി നിൽക്കുന്നവൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ അവൾ ശ്രദ്ധിച്ചിരുന്നു. തൊട്ടു മുൻപ് അവൾക്കരികിൽ നിന്ന് മെയ്ഡ് അവനെ കണ്ടതും ഭവ്യതയോടെ തലകുനിച്ച് ബഹുമാനത്തോടെ നിൽക്കുന്നത്. സർ, ആരാണ് നിങ്ങൾ? ഞാൻ എന്താണ് ഇവിടെ? ജീവേട്ടൻ, ഇന്നെൻ്റെ കല്യാണമാണ്. എനിക്കൊന്നും. അപ്പോഴും മറുപടി പറയാതെ നിൽക്കുന്നവനെ നിധി നോക്കി. പെട്ടെന്നാണ് അവൾക്ക് ചിലത് തോന്നിത്തുടങ്ങിയത്. ഞെട്ടലോടെ അവൾ തിരിച്ചറിഞ്ഞു ആ ഗന്ധത്തെ, തന്നെ ഭയപ്പെടുത്തിയ ഗന്ധത്തെ. നിങ്ങൾ ആരാണ്? നിങ്ങളല്ലേ അന്ന്? എന്താ ഇവിടെ നടക്കുന്നു? എനിക്ക് ജീവേട്ടനെ കാണണം. നിധി വിറയലോടെ അവനെ നോക്കി പറയാൻ തുടങ്ങി. കൊള്ളാം. അവൻ കൈകൾ കൊട്ടിക്കൊണ്ട് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി. എന്നിട്ട് സൈഡിലായുള്ള സോഫയിലിരുന്നു. എന്നിട്ട് അവളെ നോക്കി. അപ്പോഴെല്ലാം അവൻ്റെ പ്രവൃത്തിയെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കിക്കൊണ്ട് നിധി നിൽപ്പുണ്ടായിരുന്നു. തൻ്റെ നോട്ടത്തിൽ തന്നെ എനിക്കറിയും, പലതും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വളച്ചു പറയുന്നില്ല, നേരെ കാര്യത്തിലിട്ട് വരാം. യു ആർ ഇൻ മൈ കസ്റ്റഡി. വാട്ട്? നിധി ജട്ടലോടെ അവനെ നോക്കി. മനസ്സിലായില്ല അല്ലേ? നിനക്ക് എന്നിൽ നിന്ന് ഒരു മോചനമില്ല. വല്ലാത്തൊരു ഭാവത്തോടെ പറയുന്നതിനെ നോക്കി. വാട്ട്? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? വട്ടാണോ? എനിക്ക് പോകണം. നിങ്ങൾ എന്താണ്? എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പോയേ മതി. നിധി അവൻ്റെ നേരെ ദേഷ്യത്തിൽ പറഞ്ഞത് കണ്ട് അതർ പതിയെ അവൾക്കരികിലേക്ക് നടന്നു വന്നു. അവൻ്റെ മുഖഭാവം കണ്ട നിധി പേടിയുടെ പുറകിലേക്ക് നടക്കാൻ തുടങ്ങി. പുറകിൽ ഉള്ള ഭിത്തിയിൽ തട്ടി നിൽക്കുന്നത് വരെ അവൻ അരികിലേക്ക് വന്നതും പേടിയോടെ അവൾ കണ്ണുകൾ അടച്ചു. അവൻ അവൾക്കരികിലായി നിന്ന് വന്ന് ചോദിച്ചു, ഓക്കെ, നിനക്ക് എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയണം എന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ ചെയ്തോളൂ. നിധി പെട്ടെന്ന് കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. എന്നിട്ട് പുറത്തായി നിൽക്കുന്ന അവൻ്റെ ആളുകളെ അത് കണ്ട അതർ, ആരും നിന്നെ ഒന്നും ചെയ്യില്ല. രക്ഷപ്പെട്ടോളൂ, കഴിയുമെങ്കിൽ. അവൻ്റെ അവസാന വാക്കുകളിലെ ഉറപ്പ് അവൾക്ക് തിരിച്ചറിഞ്ഞിരുന്നു. എന്നാലും മറ്റൊന്നും ചിന്തിക്കാതെ അവൾ എല്ലാവരെയും നോക്കി. എന്നിട്ട് പുറത്തേക്ക് ഓടി. അവൾക്ക് പുറകെ പായാൻ തുടങ്ങിയ ഗാർഡ്സിനെ അതർ തൻ്റെ കണ്ണുകളാൽ വിലക്കി. എന്നിട്ട് തൻ്റെ രൗദ്രം നിറഞ്ഞ കണ്ണുകളോടെ അവൾ പോകുന്നത് നോക്കി നിന്നു. നിധി അപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ മുന്നിൽ കണ്ട വഴികളിലൂടെ പാഞ്ഞു. ഓടുന്ന വഴികളിലും അവൾ തിരിച്ചറിഞ്ഞിരുന്നു, പേരറിയാതെ എന്തൊക്കെയോ വൃക്ഷങ്ങളും ചെടികളും മറ്റും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണെന്ന്. കുറച്ച് മുന്നോട്ട് ചെന്നതും അവൾ ഒരു കര കണ്ടു. പ്രതീക്ഷയോടെ അവിടേക്ക് ഓടിച്ചെന്ന നിധി ഞെട്ടിപ്പോയി. കാരണം അതൊരു കരതീരമായിരുന്നു. എന്നാൽ ഭയത്തിൽ തന്നെ തറഞ്ഞു നിൽക്കാതെ അവളൊരു മറ്റു വഴിയെ തിരിച്ചോടി. ധരിച്ചിരുന്നത് സാരി ആയതിനാൽ തന്നെ അവൾക്ക് ഓടാൻ നല്ല രീതിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു. എന്നാലും അതൊന്നും വകവയ്ക്കാതെ അവൾ മുന്നോട്ട് പാഞ്ഞു. എന്നാൽ ചെന്ന് നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം ഒരുപോലെ. കുറച്ച് സമയം കൊണ്ട് തന്നെ അവൾക്ക് മനസ്സിലായി ഇതൊരു ദ്വീപാണെന്നും ചുറ്റും കടലാൽ മൂടപ്പെട്ടിരിക്കുകയാണെന്നും. രക്ഷപ്പെടാൻ തനിക്ക് സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയ നിധി പൊട്ടിക്കരച്ചിലോടെ നിലത്തേക്ക് വീണു. എന്താ, ഓടുന്നില്ലേ?
ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി നിധി അഥർവിനെ കണ്ടു. ദേഷ്യത്തോടെ അവൻ്റെ നേരെ ചെന്ന് അവൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. എന്നിട്ട് കോളറിൽ പിടിച്ച് വിളിച്ചുകൊണ്ട്, ആരാ ആരാ നീ? എന്തിനാ എന്നെ ഇങ്ങനെ പറ. പൊട്ടിക്കരയുന്നുണ്ടെങ്കിലും അവൾ അലർച്ചയോടെ ചോദിച്ചു. അടി കിട്ടിയ അഥർവിൻ്റെ മുഖം ദേഷ്യത്തിൽ നിറഞ്ഞു. അവൻ ശക്തിയായി അവളെ കൈ പിടിച്ച് തിരിച്ചുകൊണ്ട് അവൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തി. പെട്ടെന്നായതിനാൽ അവൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. എങ്കിൽ പോലും അവൻ്റെ കരുത്തിൽ അവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. നീ എൻ്റെ മുഖത്തടിച്ചു അല്ലേ? യു സ്ലാപ്പ് മീ റൈറ്റ്? ഇതിനുള്ള ശിക്ഷ നീ അനുഭവിക്കുക തന്നെ ചെയ്യും പറയുകയും ഒരു കൈ കൊണ്ട് അവളുടെ കഴുത്തിലെ മുടി മാറ്റുകയും ഒപ്പം അവിടേക്ക് അവൻ തൻ്റെ പല്ലുകൾ ഇറക്കി വേദനിപ്പിക്കുന്ന വിധം. വേദന കൊണ്ട് അവൾ അലറി. അവൻ്റെ പ്രവൃത്തിയിൽ നിന്നും അകപ്പെടുന്നത് ഒന്ന് മാറാനോ ഒന്ന് കുതറാനോ കഴിയാതെ അവൾ നിന്ന് കരഞ്ഞു. പെട്ടെന്ന് തന്നെ കടിച്ച ഭാഗത്ത് തൻ്റെ നാവുകളാൽ അവൻ നുണഞ്ഞു. അവളെ തളർത്തിക്കൊണ്ടുള്ള അവൻ്റെ പ്രവൃത്തിയിൽ ശ്വാസം പോലും എടുക്കാൻ സാധിക്കാതെ ഞെട്ടിപ്പോയി. തൻ്റെ മുന്നിൽ തളർന്നു നിൽക്കുന്ന അഥർവ വിജയിയെ പോലെ നോക്കി. എന്നാൽ അതേ നിമിഷം അവൻ്റെ മുന്നിൽ തളർന്ന് ചുവന്ന കണ്ണുകളോടെ നിൽക്കുന്നവളെ കണ്ടത് അറിയാതെ അവൻ്റെ ഉള്ളിലും ഒരു നോവ് പടർന്നു. ആ നോവ് അവന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ നിധി അവൻ്റെ കൈകളിലേക്ക് തളർന്നു വീണിരുന്നു. തുടരുന്നു.